ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ, സൗത്ത് ചൈന സീ, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, പാത്തജൻസ് പ്രയോറിറ്റൈസേഷൻ റിപ്പോർട്ട്, പ്ലേസസ് ന്യൂസ് ആയിട്ട് കേസ്ക്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഈ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷനിലുള്ള 3 പുതിയ സ്ട്രക്ചേഴ്സിന് അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള 3 സ്ട്രക്ചേഴ്സിന് അശോക, ചന്ദ്രഗുപ്ത, അതുപോലെ തന്നെ കൽപ്പതാരു എന്ന് പറഞ്ഞിട്ട് 3 പേരിട്ടതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഈ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. നിലവിൽ 100 അംഗരാജ്യങ്ങളുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഈ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോകത്തിലുള്ള കടലുകൾ, അതുപോലെ തന്നെ സമുദ്രങ്ങൾ, നാവിഗബിൾ ആയിട്ടുള്ള വാട്ടർ വേസ്, അവിടെയൊക്കെ സർവേസ് കണ്ടക്ട് ചെയ്തിട്ട് ചാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മൊണാക്കോയിലാണ്. 1921 ഈ സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സർവേസും അതുപോലെ തന്നെ ഈ പറയുന്ന വാട്ടേഴ്സ് സർവേ ചെയ്ത് കണ്ട് ചാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നാഷണൽ ലെവലിലുള്ള ഹൈഡ്രോഗ്രാഫിക് ഓഫീസേഴ്സിന്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത്തരത്തിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ഈ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ ഇതിനകത്ത് ഈ പറയുന്ന ചാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സർവേയും ചാർട്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ഇവർക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ നോട്ടിക്കൽ ചാർട്ടുകളും ഡോക്യുമെന്റ്സിലും യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവേ ബെസ്റ്റ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും ഇവർ ചെയ്യുന്ന മറ്റൊരു ജോലിയാണ്. ഇനി ഈ പറയുന്ന IHOക്കകത്ത് രാജ്യങ്ങൾ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് അവരുടെ ഈ ഓരോ രാജ്യത്തിൻ്റെയും ഹൈഡ്രോഗ്രാഫിക് ആൻഡ് നോട്ടിക്കൽ ചാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിൾ അതോറിറ്റിയാണ് ആ രാജ്യത്തിനെ IHOയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി IHOന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു സെക്രട്ടറി ജനറലും 2 ഡയറക്ടർമാരും ഉണ്ടാവും. അവരെ ഈ അംഗരാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. അവരാണ് ഈ ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് 100 അംഗരാജ്യങ്ങളാണുള്ളത്. 1956 തൊട്ട് ഇന്ത്യയും ഇതിനകത്തൊരു മെമ്പർ സ്റ്റേറ്റ് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സൗത്ത് ചൈന സീയെ കുറിച്ചാണ്. അപ്പോൾ ഈ സൗത്ത് ചൈന സീയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ സൗത്ത് ചൈന സീയിൽ ഏകദേശം ഒരു 100 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സിന്റെ വലിയൊരു ഗ്യാസ് ഫീൽഡ് കണ്ടെത്തിയതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 22 വന്നിട്ടുണ്ട്. അതായത് ചൈന നാഷണൽ ഓഫ് ഷോർ ഓയിൽ കോർപ്പറേഷനാണ് ഈ ഒരു ഗ്യാസ് ഫീൽഡ് കണ്ടെത്തിയതായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൗത്ത് ചൈന സീയിലുള്ള ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഈ ഒരു കണ്ടെത്തലോട് കൂടിയിട്ട് കൂടുതൽ സിവിയർ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇത്രയും വലിയൊരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഈ സൗത്ത് ചൈന സീക്ക് വരികയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സൗത്ത് ചൈന സീയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ബേസിക്കലി വെസ്റ്റേൺ പസഫിക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കി. ഏകദേശം ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ് സൗത്ത് ചൈന സീ. കംപ്ലീറ്റ്ലി സറൗണ്ടഡ് അല്ലെങ്കിലും ഒരു പാർഷ്യലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ് സൗത്ത് ചൈന സീ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സൗത്ത് ചൈന സീയുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് നമുക്ക് ഈ പറയുന്ന മലായ് പെനിൻസുലയുടെ ഭാഗം കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇവിടെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ബോർണിയോ, സുമാത്ര, അതുപോലെ തന്നെ ജാവ എന്നൊക്കെ പറയുന്ന ഐലൻഡുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പീൻസ് ഉണ്ട്. നോർത്തേൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചൈനയാണ്, ഇപ്പുറത്ത് തായ്വാനുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ സൗത്ത് ചൈന സീ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഏകദേശം ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡി പോലെയാണെന്ന് പറയുന്നത്. നോർത്തേൺ സൈഡിൽ ഈ മെയിൻലാൻഡ് ഏഷ്യയുടെ ലാൻഡ് മാസും അതുപോലെ തന്നെ സദേൺ സൈഡിൽ കുറേ ആർച്ചിപ്പലാഗോസുമായിട്ട് സറൗണ്ടഡ് ആയിട്ടൊരു വാട്ടർ ബോഡിയാണ് ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗത്ത് ചൈന സീനെ ഇന്ത്യൻ ഓഷനുമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് പസഫിക് ഓഷൻ്റെ മറ്റുള്ള ഏരിയാസുമായിട്ട് കണക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചോക്ക് പോയിന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ലൊക്കേഷൻ വൈസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ സൗത്ത് ചൈന സീനെ ഈസ്റ്റ് പസഫിക് ഓഷൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഈസ്റ്റ് ചൈന സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത് തായ്വാൻ സ്ട്രൈറ്റ് ആണ്. അതുപോലെ തന്നെ സൗത്ത് ചൈന സീനെ ഇപ്പുറത്ത് കിടക്കുന്ന ഫിലിപ്പീൻ സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഫിലിപ്പീൻസിനും തായ്വാനും ഇടയിൽ കിടക്കുന്ന ലുസോൺ സ്ട്രൈറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ സൗത്ത് ചൈന സീനെ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ആൻഡമാൻ സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത് മലാക്ക സ്ട്രൈറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള
ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ വാട്ടർ ബേസിൽ ഒന്നാണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി സൗത്ത് ചൈന സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചൈന, അതുപോലെ തായ്വാന്, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണെ, അതുപോലെ ഇന്തോനേഷ്യ, സിംഗപ്പൂര്, വിയറ്റ്നാം വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് സൗത്ത് ചൈന സീയുമായിട്ട് പ്രധാനമായിട്ടും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് സൗത്ത് ചൈന സീ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ, സൗത്ത് ചൈന സീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ ബോഡിയാണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ നാവിഗേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ടോട്ടൽ ട്രേഡിൻ്റെ ഏകദേശം 1/3 അല്ലെങ്കിൽ ടോട്ടൽ ഷിപ്പിങ്ങിൻ്റെ, മാരിടൈം ഷിപ്പിങ്ങിൻ്റെ 1/3 കടന്നു പോകുന്നത് ഈ സൗത്ത് ചൈന സീ വഴിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ്, ഒരു വലിയ രീതിയിലുള്ള പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ചെയ്യുന്ന രീതിയിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും അധികം റിച്ച് ആയിട്ടുള്ള കുറേ ഫിഷിംഗ് സ്പോട്ടുകൾ ഉള്ളത് ഈ സൗത്ത് ചൈന സീയിലാണ്. ഇനി സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗത്ത് ചൈന സീയിലെ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൗത്ത് ചൈന സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്കിടയിലുള്ള ഡിസ്പ്യൂട്ടിംഗ് ക്ലെയിംസ് ആണ് ഈ സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഡിസ്പ്യൂട്ടിനുള്ള ഒരു മേജർ റീസൺ, ഒരേ ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല, ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ചൈനക്ക് സൗത്ത് ചൈന സീയിലുള്ള ക്ലെയിമാണ്. ഇപ്പോൾ നമുക്ക് UN ക്ലോസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ UN ക്ലോസ് അനുസരിച്ച് ഈ രാജ്യങ്ങളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എത്രയാണ്, അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് എത്രയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സൗത്ത് ചൈന സീയിൽ ചൈന പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്ത് ചൈന സീയുടെ ഏകദേശം 90% ഏരിയയും തങ്ങളുടേതാണെന്നാണ് ചൈനയും തായ്വാനും അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം ചൈന ഉന്നയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തായ്വാനും സമാനമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സൗത്ത് ചൈന സീയുടെ ഏകദേശം ഒരു 90% വരുന്ന ഈ ഒരു ഏരിയാസ് ചൈനയുടെ ഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർ പറയുന്ന ഒരു ക്ലെയിം ലൈൻ ഉണ്ട്. അതിൻ്റെ പേരാണ് 9- ലൈൻ എന്ന് പറയുന്നത്. 9- ലൈൻ. ഇവർ പറയുന്നത് 90% ഞങ്ങളുടേതാണെന്നല്ല പറയുന്നത്. ഈ 9- ലൈൻ ആണ് സൗത്ത് ചൈന സീയിലെ ചൈനയുടെ മാരിടൈം ബോർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 9- ലൈൻ നമ്മൾ ബോർഡർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സൗത്ത് ചൈന സീയുടെ നിയർലി 90% ചൈനയുടെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഇനി അതുപോലെ തന്നെ വിയറ്റ്നാമിന് ഇവിടെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ക്ലെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പീൻസിനും മറ്റുള്ള മലേഷ്യ പോലുള്ള രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾക്കും ഇവിടെ കോമ്പീറ്റിംഗ് ക്ലെയിംസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഈ ഡിസ്പ്യൂട്ട് വരുന്നത് ചൈന, തായ്വാൻ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ തമ്മിലാണ്. അതിനകത്ത് നിങ്ങൾ 2 സ്ട്രക്ചേഴ്സ് ഓർത്തിരിക്കുക. ഈ സൗത്ത് ചൈന സീയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പറാസൽ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. ഈ ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ചൈനക്കും വിയറ്റ്നാമിനും ഇടയിൽ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. ഈ പറാസൽ ഐലൻഡ്സിലെ ചില ഐലൻഡുകൾ ചൈനയുടെ കൺട്രോളിലും ചിലതിൻ്റെ കൺട്രോൾ വിയറ്റ്നാമിൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ഇത് ആരുടേതാണെന്നുള്ള കാര്യത്തിൽ 2 രാജ്യങ്ങൾക്കിടയിൽ തർക്കമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സൗത്ത് ചൈന സീയിൽ തന്നെയുള്ള മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് സ്പാർട്ട്ലെ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഈ സ്പാർട്ട്ലെ ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്പീൻസിനും അതുപോലെ തന്നെ ചൈനക്കും ഇടയിൽ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടിൻ്റെ കേസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനെ കുറിച്ചാണ്. സോ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ചില ഡ്രഗുകളുടെ കേസിൽ അവർക്ക് ക്ലിനിക്കൽ ട്രയൽസിൽ നിന്ന് ചില എക്സെപ്ഷൻസ് കൊടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റ്ലി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ USA, UK, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, സാധാരണഗതിയിൽ ഇന്ത്യയിലേക്ക് പുതിയൊരു ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്, എന്നിട്ട് അപ്രൂവൽ വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളിൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്തി ഈ രാജ്യങ്ങളിലെ ഡ്രഗ് റെഗുലേറ്റേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിൽ അത് ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്താതെ ഉപയോഗിക്കാം. എസ്പെഷ്യലി റയർ ഡിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രഗ്സ് ആണ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ മെഡിക്കൽ റെഗുലേറ്ററി, അതായത് കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ ലെവലിലുള്ള റെഗുലേറ്ററി ബോഡിയാണ്. ഇപ്പോൾ US-ലുള്ള FDA സിമിലർ ആണ് ഇന്ത്യയിലെ ഈ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട്
ഈ ആക്ട് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷനാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് ഇവർ വരുന്നത്. ഇനി ഈ ഓർഗനൈസേഷനെ ഹെഡ് ചെയ്യുന്നത്, ഈ CDSCO എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഹെഡ് ചെയ്യുന്നത് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസറാണ്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പുതിയ ഡ്രഗ്സിന് അപ്രൂവൽ കൊടുക്കുക, ഡ്രഗ്സിന്റെ ക്ലിനിക്കൽ ട്രയൽസിന് അപ്രൂവൽ കൊടുക്കുക, അത് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അവരുടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, അതായത് അവർക്ക് എക്സ്പേർട്ട് അഡ്വൈസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. അതുകൂടാതെ ഈ സ്റ്റേറ്റ് റെഗുലേറ്റേഴ്സിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഇവർക്കൊരു ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഇന്ത്യയിലെ ചില സ്പെഷ്യലൈസ്ഡ് കാറ്റഗറീസ് ഓഫ് ക്രിട്ടിക്കൽ ഡ്രഗ്സ് ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്, IV ഫ്ലൂയിഡ്സ്, വാക്സിൻസ്, അതുപോലെ തന്നെ സെറ പോലുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് റെഗുലേറ്റേഴ്സുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഈ CDSCOക്ക് ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ജോയിന്റ്ലി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പാത്തജൻസ് പ്രയോറിറ്റൈസേഷൻ റിപ്പോർട്ടാണ്. സോ ഈ പാത്തജൻസ് പ്രയോറിറ്റൈസേഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് WHO റിലീസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ലോകത്തിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു പൊട്ടൻഷ്യൽ പാൻഡമിക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എപ്പിഡമിക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാത്തജൻസിനെ കുറിച്ചാണ്, അതിന് പൊട്ടൻഷ്യലുള്ള പാത്തജൻസിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ നിലവിൽ 30 പ്രയോറിറ്റി പാത്തജൻസ് പറയുന്നുണ്ട്. അതിൽ ചിലത് മെജോറിറ്റിയും വൈറസുകളാണ്, ചില ബാക്ടീരിയൽ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചില ബാക്ടീരിയാസിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊരു എപ്പിഡമിക് ആൻഡ് പാൻഡമിക് റിസർച്ച് പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് റിപ്പോർട്ടെന്ന് മനസ്സിലാക്കുക. 2022 കൊറോണ വൈറസ് ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആയിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു റിസർച്ചിന്റെ ഫൈനൽ റിസൾട്ട് ആയിട്ടാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റഷ്യയിലെ ഒരു വെസ്റ്റേൺ റഷ്യ കിടക്കുന്ന റീജിയൻ ആയിട്ടുള്ള കേഴ്സ്ക് റീജിയനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ കേഴ്സ്കിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യുക്രൈൻ സൈന്യം റഷ്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഈ കേഴ്സ്ക് റീജിയനിലേക്ക് ഒരു ആക്രമണം നടത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് പത്രങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി വെസ്റ്റേൺ റഷ്യയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ റഷ്യയിൽ യുക്രൈൻ്റെ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൊവിൻസ് ആണ് ഈ കേഴ്സ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് വളരെ സ്ട്രാറ്റജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല ബാറ്റിൽസും കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കേഴ്സ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേഴ്സ്ക് എന്ന് പറയുന്ന റീജിയൻ്റെ ക്യാപിറ്റലും കേഴ്സ്ക് എന്നുള്ള പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. സോ ഇത് ബേസിക്കലി മിഡിൽ റഷ്യൻ പ്ലേറ്റ്യൂവിൻ്റെ സദേൺ സ്ലോപ്പിലായിട്ടാണ് ഈ ഒരു കേഴ്സ്ക് റീജിയൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ ഫോറസ്റ്റ് സ്റ്റെപ്പിയുടെ കൂടി ഭാഗമാണ് ഈ കേഴ്സ്ക് റീജിയൻ. ഇനി ഇവരുടെ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്കകത്തുള്ള മറ്റുള്ള പ്രൊവിൻസുകളുമായിട്ടാണ് ഇവർക്ക് അതിർത്തി ഉള്ളത്. അതുകൂടാതെ ഇവർക്ക് ഒരേ ഒരു ഇന്റർനാഷണൽ ബോർഡർ വരുന്നത് യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള സുമി പ്രൊവിൻസുമായിട്ട് അല്ലെങ്കിൽ സുമി റീജിയനുമായിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഈ കേഴ്സ്ക് റീജിയൻ എന്ന് പറയുന്നത് ഹൈലി മിനറൽ റിച്ച് ആയിട്ടുള്ള റെയർ എർത്ത് എലമെന്റ്സ് പോലുള്ള ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലമാണ് കേഴ്സ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രദേശമുണ്ട്, കേഴ്സ്ക് മാഗ്നറ്റിക് അനോമലി എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് ലോകത്തിലെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് അയൺ ഓർ ഡെപ്പോസിറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.